ഓം നമോ ഭഗവതേ വാസുദേവായ. 89-ാം ദശകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്, എല്ലാ ഈശ്വരന്മാരെ പോലെയുമല്ല ഗുരുവായൂരപ്പൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഗുരുവായൂരപ്പൻ പെട്ടെന്ന് ആരിലും പ്രസാദിക്കുകയില്ല. ഓരോ ഭക്തനെയും അവൻ്റെ ആത്യന്തിക നന്മ മാത്രം ലക്ഷ്യമാക്കി പരീക്ഷിച്ച് അനുഗ്രഹം ചൊരിയുന്നു. എന്നാൽ ചില ദേവന്മാരാകട്ടെ പെട്ടെന്ന് പ്രസാദിക്കുകയും പെട്ടെന്ന് കോപിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ളവരാണ്. എന്നാൽ അങ്ങ് ഭക്തന്മാരുടെ ആത്യന്തിക നന്മയാണ് കരുതുന്നത്. അതിന് ഉദാഹരണമായിട്ട് ശകുനിയുടെ മകനായ വൃകാസുരൻ ഒരിക്കൽ നാരദരോട് ചോദിച്ചു, പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവൻ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനാരദൻ്റെ അഭിപ്രായം ശിവനെ ഭജിക്കുവാനാണ് പറഞ്ഞത്. വൃകാസുരനാകട്ടെ ശിവനെ 7 ദിവസം അതിഘോരമായി ഭജിക്കുന്നു. ശിവൻ പ്രത്യക്ഷപ്പെടാത്തത് കണ്ട് തൻ്റെ ശിരസ് അറുത്തെടുത്ത് ഹോമിക്കുകയാണ്. അപ്പോൾ ശിവനാകട്ടെ ആ ശിരസ്സുമെടുത്ത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും വൃകാസുരനോട് എന്താണ് വരം വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വൃകാസുരൻ തൻ്റെ വിരൽ കൊണ്ട് ആരെയെ തൊടുന്നുവോ അയാൾ ഉടനെ ഭസ്മമാകണമെന്ന അതിഘോരമായ വരമാണ് ആവശ്യപ്പെടുന്നത്. വരം ലഭിച്ച വൃകാസുരൻ അത് പരീക്ഷിക്കുവാൻ തൻ്റെ ദേവനായ പരമശിവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. വളരെയധികം ഭയന്ന ശിവൻ ആകട്ടെ ഈ ലോകം മുഴുവൻ ഓടി. അങ്ങനെ ആരും രക്ഷയില്ല എന്ന് കണ്ടിങ്ങനെ ഓടുമ്പോൾ മഹാവിഷ്ണു ഒരു വടുരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് വൃകാസുരൻ്റെ അടുത്ത് എത്തുകയും, കഷ്ടം, അങ്ങല്ലാതെ ഈ ഭൂതഗണങ്ങളുടെ ഈശ്വരനായ ശിവൻ പറഞ്ഞതും വിശ്വസിച്ച് ഇങ്ങനെ ഓടുമോ? ആ ശിവൻ തന്ന വരം അതിന് വലിയ ഫലമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അങ്ങയുടെ ശിരസിലൊന്ന് വെച്ച് നോക്കൂ, അതിനൊരു ഫലവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കേട്ട് വൃകാസുരൻ തൻ്റെ വിരൽ കൊണ്ട് തൻ്റെ ശിരസിൽ സ്പർശിക്കുകയും ഉടനെ തന്നെ ഭസ്മമായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ ഭജിക്കുന്നവന് ആത്യന്തികമായ നന്മയും സായുജ്യവും ലഭിക്കുന്നു. ശിവനെ അതുപോലെ ബ്രഹ്മാവിനെയും ഭജിക്കുന്നവർക്ക് പരപ്രസാദം വേഗം കിട്ടുകയും, എന്നാൽ അത് സ്ഥിരമായി നിൽക്കാതെ പെട്ടെന്ന് തന്നെ അത് നശിക്കുകയും ചെയ്യുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ ഒരിക്കൽ സരസ്വതീ തീരത്തിലെ മുനിമാർ തമ്മിൽ പറയാണ്, ത്രിമൂർത്തികളിൽ ആരാണ് അധികം സാത്വികനായ ദേവൻ എന്ന് അവർ തമ്മിൽ ചോദിക്കുന്നു. അതിന് ഭൃഗു മഹർഷിയെ അത് അറിഞ്ഞു വരുവാൻ നിയോഗിക്കുകയും ചെയ്യുന്നു. ഭൃഗു മഹർഷി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി ബ്രഹ്മാവിനെ ചവിട്ടാനോങ്ങുമ്പോൾ തന്നെ ബ്രഹ്മാവ് വളരെയധികം കോപിച്ച് പെരുമാറാൻ ശ്രമിക്കുകയും, എന്നാൽ ഭൃഗുമുനിയെ കോപിപ്പിക്കരുത് എന്ന് വിചാരിച്ചു
വളരെയധികം ശ്രമപ്പെട്ട് കോപം അടക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഭൃഗു മഹർഷി പരമശിവൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. പരമശിവനെ കോപിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇപ്പം തന്നെ ഭൃഗു മഹർഷി കൊല്ലുമെന്ന് ഭാവത്തിലടുത്ത് കണ്ട് പാർവതീദേവി തടഞ്ഞതുകൊണ്ട് ശാന്തനായിത്തീരുന്നു. വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ഭഗവാനാകട്ടെ ലക്ഷ്മീദേവിയുടെ മടിയിൽ തലവച്ച് കിടക്കുകയായിരുന്നു. ഭൃഗു മഹർഷി വന്ന് ഭഗവാന്റെ നെഞ്ചിലേക്ക് ഒരു ചവിട്ട് കൊടുത്തു. ഭഗവാൻ പെട്ടെന്ന് എണീറ്റ്, അയ്യോ, അങ്ങയുടെ കാലിനൊന്നും പറ്റിയില്ലല്ലോ, എന്തായാലും അങ്ങയുടെ പതിഞ്ഞ ഈ അടയാളം എൻ്റെ ശരീരത്തൊരു ഭാഗ്യചിഹ്നമായി കിടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് മുനിമാർ തീരുമാനിച്ചു, ഏറ്റവും ശ്രേഷ്ഠനും സാത്വികനുമായിട്ടുള്ളത് മഹാവിഷ്ണു തന്നെയാണെന്ന്. അപ്രകാരമുള്ള ഗുരുവായൂരപ്പ, അങ്ങയെ ഞങ്ങൾ ഭജിക്കുന്നു എന്ന് പട്ടേരിപ്പാട് പറയുന്നു. രമാ ജാനേ ജാനേ യതിഹ തവ ഭക്രേഷു വിഭവോ ന സദ്യ സമ്പദ്യസ്തദിഹ മതകൃത്വാ ദശമിനാം പ്രശാന്തിം കൃത്വൈവ പ്രതിശസി തതഃ കാമമഖിലം പ്രശാന്തേഷു ക്ഷിപ്രം ന ഖലു ഭവതീച്യുതികഥാം സദ്യപ്രസാദരുഷിതാൻ വിധിശങ്കരാതീൻ കേചിദ് വിഭോ നിജഗുണാനുഗുണം ഭജന്ത ഭ്രഷ്ടാ ഭവന്തി ബദൗ കഷ്ടമദീർഘദൃഷ്ട്യാ സ്പഷ്ടം വൃകാസുര ഉദാഹരണം കിലാസ്മിൻ ശകുനിജ സതു നാരദമേകദാ ത്വരിതതോഷമപൃച്ഛത് ഈശ്വരം സ ചദിദേശ ഗിരീശമുപാസിതും നതു ഭവന്തം അബന്ധുമസാധുഷോ തപസ്തപ്ത്വാ ഘോരം സ ഖലു കുപിത സപ്തമദിനേ ശിരച്ഛിത്വാ സദ്യ പുരഹരമുപസ്ഥാപ്യ പുരത അതിക്ഷുദ്രം രൗദ്രം ശിരസി കരദാനേന നിധനം ജഗന്നാഥാദ്വാവ്രേം ഭവതി വിമുഖാനാം ക്വ ശുഭധീയേം മോക്താരം ബന്ധമുക്രോ ഹരിണപതിരിവ പ്രാന്ദ്രവത്സോധരുദ്രം ദൈത്യാൽഭീത്യാസ്മദേവോ ദിശി ദിശി വലത്തെ പൃഷ്ഠതോ ദത്തദൃഷ്ടിം തൂഷ്ണികേ സർവലോകേ തവ പദമധീ തൂഷ്ണികേ സർവലോകേ തവ പദമധിരോക്ഷിന്യമുദ്ദീക്ഷ്യ ശർവം ദൂരാദേവാഗ്രതസ്ത്വം പടുവടുവപുഷാ തസ്തിഷേയേ ദാനവായ ഭദ്രം തേ ശാകുനേയ ഭ്രമസി കിമധുനാ ത്വം പിശാചസ്യ വാച സന്ദേഹശ്ചേന്മദുക്രൗ തവ കിമു ന കരോഷ്യങ്കുലീം അംഗമൗലൗ ഇത്തം ത്വദ്വാക്യമൂഢശിരസിം കൃതകരസോപദശ്ചിന്നപാദം ഭ്രംശോവാഹ്യേവ്യം
പരോപാസിതുരപി ച ഗതി ശൂലിനോ വോപി ത്വമേവ ഭൃഗും കില സരസ്വതീ തടനിവാസിനസ്താപസാ സ്ത്രീമൂർത്തിഷു സമാദിശന്നധിക സത്വദാം വേദിതും അയം പുനരനാദരാദുദിതരുദ്ധരോഷേമിഥൗ ഹരേപി ച ജിഹിംസിഷൗ ഗിരിചയാധൃതേ ത്വാം മഗാൽ സുപ്തം രമാംഗഭുവി പങ്കജലോചനം ത്വാം വിപ്രേ വിനിഘ്നതി പദേന മുദോത്ഥിതോസ്ത്വം സർവം ക്ഷമസ്വ മുനിവർയ ഭവേയേൽ സദാ മേ ത്വൽപാദചിഹ്നമിഹ ഭൂഷണം ഇത്യവാദീം നിശ്ചിത്യത്തെ ച സുദൃഢം ത്വയി ബന്ധഭാവാ സാരസ്വതാ മുനിവരാം ദധിരേ വിമോക്ഷം ത്വമേവമച്യുത പുനശ്ച്യുതി ദോഷഹീനം സത്വോച്ചയൈകതനുമേവ വയം ഭജായാമാം ജഗൽസൃഷ്ട്യാദൗ ത്വാം നിഗമനിവഹൈർവന്ദിഭിരിവ സ്തുതം വിഷ്ണോ സച്ചിൽ പരമരസനിർദ്വൈത വപുഷം പരാത്മാനം ഭൂമൻ പശുപവനിതാഭാഗ്യനിവഹം പരിതാപശ്രാന്ത്യൈ പവനപുരവാസിൻ പരീഭജേ. 89 ദശകം സമാപനം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.